പാർട്ടിക്ക് സമർപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് പേരൂർക്കടയിൽ നിന്ന് ആവേശോജ്വലമായ റോഡ് ഷോ തന്നെയാണ് ഈ ഘോഷയാത്ര നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. വളരെ ആവേശകരമായ ഏതായാലും ഇപ്പോൾ വാഹനത്തിലുള്ള പ്രകടനം ഈ നാട്ടിലെ ജനങ്ങളെ നേരിൽ കണ്ട് സമർപ്പണത്തിന് ജനാധിപത്യ വിശ്വാസികളുടെ നയിക്കാൻ കാലം കാത്തുവച്ച കർമ്മധീരൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മുൻ ഇന്ത്യൻ കമ്മീഷണർ ഹൈ കമ്മീഷണർ ശ്രീ TP ശ്രീനിവാസനോടൊപ്പം മുൻ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ശ്രീ TP ശ്രീനിവാസനോടൊപ്പം നിങ്ങൾ നേരിൽ കണ്ട് അഭിവാദനയുടെ ഉയർത്തുകാരാൻ ഉദിച്ചുയർന്ന സൂര്യ തേജസ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ താമരചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രബുദ്ധമായ തിരുവനന്തപുരത്തിന്റെ ശബ്ദം ഇന്ദ്രപ്രസ്ഥത്തിൽ മുഴങ്ങുവാൻ അറിയിക്കണമേ. പിന്നാലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ഈ സമർപ്പണത്തിന് വേണ്ടി ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. വിദേശകാര്യ വിദഗ്ധൻ ശ്രീ ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി കടന്നു വരികയാണ്. ചിന്തയിൽ അഗ്നി കൊളുത്തിയ ഭാരതത്തിലെ യുവജനങ്ങളുടെ പത്രിക സമർപ്പണത്തിനായി ഈ വാഹനത്തിന് തൊട്ടു ശ്രീ TP ചന്ദ്രശേഖരോടൊപ്പം ഈ വാഹനത്തിന് തൊട്ടുകൊണ്ട് കടന്നു വരികയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ അനന്തപുരിയുടെ ഉയർച്ച കാണാൻ ഉദിച്ചുയർന്ന സൂര്യ തേജസ് ശ്രീ അല്ലെങ്കിൽ കാരണം എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് മൈൽ സ്റ്റോണായ ഒരു നോമിനേഷൻ 4 ഏപ്രിൽ ഇന്ന് എൻ്റെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നോമിനേഷൻ ചെയ്ത മുമ്പും ഇന്നും പറയുന്നു, തിരുവനന്തപുരത്തെ പുരോഗതിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു എഫേർട്ടും അതിനുവേണ്ടി എൻ്റെ ഒരു ക്യാമ്പയിനും ഞാൻ ജനങ്ങളോട് അവരുടെ അനുഗ്രഹവും അവരുടെ പിന്തുണയും ഞാൻ അഭ്യർത്ഥിക്കുന്നു, അവരെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇന്ന് എൻ്റെ നോമിനേഷന് വേണ്ടി ഡൽഹിയിൽ നിന്ന് നമ്മുടെ വലിയ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റർ ജയശങ്കർജിയും നമ്മുടെ മോസ്റ്റ് റെസ്പെക്റ്റഡ് ബഹുമാനപ്പെട്ട TP ശ്രീനിവാസൻ സാറും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ടിനും അവരുടെ അനുഗ്രഹവും ബ്ലെസ്സിങ്സിനും ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്, വളരെ താങ്ക്ഫുള്ളാണ്. ഇന്ന് മുതൽ 26 വരെ ആണ് ഒരു ഫൈനൽ ലാപ്പ് ഓഫ് ക്യാമ്പയിനിങ്. എനിക്ക് ഉറപ്പുണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം. മാറ്റം കൊണ്ടുപോകാൻ എനിക്ക് ഒരു താല്പര്യമുണ്ട്.
കഴിവുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. അത് നമുക്ക് ജൂൺ 4 കാണാം. മാറ്റം വേണമെന്ന് എല്ലാവർക്കും എനിക്ക് ഒരു ഭയങ്കര ഡെഫിനറ്റ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആരാണെങ്കിലും തിരുവനന്തപുരത്ത് ഇവിടെ ഒരു മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ കുറെ എല്ലാം പറയാനുണ്ടല്ലോ. 15 കൊല്ലമായിട്ട് അങ്ങനെ കുറെ ഫിലോസഫിയും ഇന്റലക്റ്റും എല്ലാം അദ്ദേഹത്തിനുണ്ട്. അതിൽ ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല. എല്ലാവർക്കും കാണാവുന്നുണ്ട്. ഇതൊരു ഒരു ത്രികോണ മത്സരമാണ്. 3 കാൻഡിഡേറ്റ് ഇവിടെ നോമിനേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. ഒരു CPIന്റെ കാൻഡിഡേറ്റും ഒരു കോൺഗ്രസിന്റെയും ഇന്ന് NDA BJPന്റെയും. അപ്പോൾ അദ്ദേഹം എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു, അത് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. ചില വോട്ടുകൾ BJPക്കെതിരായ വോട്ടുകളൊക്കെ UDFിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് BJP. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ, ഇവർക്ക് ഈ 2 പാർട്ടിക്ക് പുരോഗതിയും വികസനം, തൊഴിലും, ഇൻവെസ്റ്റ്മെന്റ്സും സ്കില്ലിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല. അവർ ആദ്യം ദിവസം മുതൽ ഇന്ന് വരെ വേറെ എന്തെല്ലാം ടോപ്പിക്സ് എടുത്ത് നരേറ്റീവ് മാറ്റി അവരുടെ എന്തെല്ലാം ശ്രമം. ഞാൻ അതിലൊന്നും പോകുന്നില്ല, പെടാനും പോകുന്നില്ല. ഞങ്ങളുടെ നരേറ്റീവും ഞങ്ങളുടെ ക്യാമ്പയിനും ഇന്ത്യയിൽ വന്ന കഴിഞ്ഞ 10 കൊല്ലത്തിൽ കണ്ട പുരോഗതിയും വികസനവും ഡെവലപ്മെന്റും തൊഴിലും സ്കില്ലിങ്ങും അതിനെപ്പറ്റിയാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. മറ്റവർ എന്ത് ചെയ്യുന്നു അത് അവരോട് ചോദിക്കേണ്ടിയിരുന്നു. ഇല്ല, അങ്ങനെയില്ല. ഞങ്ങൾ ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ പുരോഗതിയും വികസനവും കൊണ്ടുവരാനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും കേട്ട് മനസ്സിലാക്കി അറിഞ്ഞ് അതിന്റെ പരിഹാരം ഉണ്ടാക്കാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആരാണ് ഓപ്പോണന്റോ, ഏതാണ് ഓപ്പോണന്റ് പറഞ്ഞതോ അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അത് നോക്കിയിട്ടാണ് ഞങ്ങൾ അതിന്റെ പരിഹാരവും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത്. ഇല്ല, എന്റെ ഫോക്കസ് അതല്ല. എന്റെ ഫോക്കസ് തിരുവനന്തപുരത്തൊരു മാറ്റം കൊണ്ടുവരാനും തിരുവനന്തപുരത്തൊരു വികസനം, പുരോഗതിന്റെ രാഷ്ട്രീയം കൊണ്ടുവരാൻ ഞങ്ങൾക്കൊരു വിഷൻ ഉണ്ട്. ഞങ്ങൾക്ക് അത് 15 കൊല്ലം ആവശ്യമില്ല. 5 കൊല്ലത്തിൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ടെന്നാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ. അത് നിങ്ങളല്ലേ പറയേണ്ടത്. ജനങ്ങൾ പറയുന്നു. ഞാൻ ആരാ ഇത് പറയാൻ? ജനങ്ങൾ പറയുന്നു ഇവിടെ മാറ്റം വേണമെന്ന്. അത് മാറ്റം വേണമെന്ന് പറഞ്ഞാൽ ആരാ ഫെയിലായി, ആരാ സക്സസ്ഫുൾ ആയി, അവരല്ലേ പറയുന്നത്. ഞാനെന്തിനു പറയുന്നത്? എന്തോ അതിന്റെ നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട്. എല്ലായിടത്തുനിന്നും, എല്ലാ കമ്മ്യൂണിറ്റീസിൽ നിന്നും നല്ല സജഷൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി ഒരു തിരുവനന്തപുരത്ത് ഒരു വിഷൻ ഒരു 13-14 ഏപ്രിൽ വരെ തയ്യാറാവും. അത് എല്ലാവരുടെയും ഒരു മാനിഫെസ്റ്റോ ആയി എന്റെ 5 കൊല്ലത്തിന്റെ ഒരു ഡെലിവറബിൾ ഒരു കീ റിസൾട്ട് ഏരിയ മാതിരി ഒരു ഡോക്യുമെന്റ് ആയി ഞാൻ 5 കൊല്ലം ഇവിടെ MP ആയി കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കും. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും BJPയുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ക്രോസ് വോട്ടിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. ക്രോസ് വോട്ടിംഗ് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് തയ്യാറെടുപ്പുകളാണ് BJP? നോക്കൂ, ഞാൻ ഇവിടെ വലിയൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ജനങ്ങൾ പോയി ഏറ്റവും എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇവിടെ ഏത് സമുദായമാണോ, എവിടെ ഏത് അസംബ്ലി സെഗ്മെന്റ് ആണോ, എല്ലാവർക്കും വേണം ഒരു മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു രാഷ്ട്രീയം. ഇവിടെ ആരെങ്കിലും വന്ന് ഈ ഒരു ലോക്ക് ജാം 10-15 കൊല്ലമായിട്ട് ഇവിടെ തൊഴിലില്ല, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ആ ഒരു സ്റ്റേറ്റസ് കോനെ മാറ്റാൻ ഒരു MP വേണമെന്ന് എല്ലാവരും പറയുന്നു. അപ്പോ ആ കോണ്ടെക്സ്റ്റിലാണ് ഞങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത്. ഇതില് ഇങ്ങനത്തെ ഓരോരോ പൊളിറ്റിക്കൽ കോൺസ്പിറസീസും നുണയും അതൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അത് നമുക്ക് നോക്കാം, ആ വരുന്ന സമയത്ത് നോക്കാം. കാര്യം 100% നടക്കും. ജൂൺ 4 മുതൽ നമ്മൾ തിരുവനന്തപുരത്ത് മുമ്പോട്ട് പോകാൻ തുടങ്ങും. ഇവിടെ കാര്യം നടക്കും. ಇದು ಏಷ್ಯಾನೆಟ್ ನ್ಯೂಸ್ ನೆಟ್ವರ್ಕ್ ಪ್ರಸ್ತುತಿ. ನೀವು ನೋಡ್ತಿದ್ದೀರಾ ಏಷ್ಯಾನೆಟ್ ಸುವರ್ಣ ನ್ಯೂಸ್.